നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് വരുന്നു. മമ്മൂക്ക ഒരു എന്താ പറയാ, എപ്പോഴും നായകന്റെ ഇതാണല്ലോ ചെയ്യണം. ഇതിൽ വില്ലനാണെന്ന് വെച്ചാൽ വേറൊരു സൈക്കോ വില്ലൻ എന്ന് പറയാം. അതിന് പടം എല്ലാവരും വന്ന് കാണുക. ആലപ്പുഴ സീതാ തിയേറ്ററിൽ ഇനി എല്ലാ വെള്ളിയാഴ്ച ഞാനും ആറാട്ടണ്ണനും ഇവിടെ ആലപ്പുഴ സീതാ തിയേറ്ററിൽ ഉണ്ടാവും. ഇത് വളരെ ബുദ്ധിയുള്ള ഫിലിമാണ്. വളരെ സൈക്കോപാത്ത്, ഒരു ആൽഫ്രഡ് ഹിച്ച്കോക്ക് പടമുള്ള പോലെ മമ്മൂക്കയെ സമ്മതിക്കണം ഈ ഇന്ത്യൻ റോൾ ചെയ്യണം. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്, ത്രില്ലറാണ്, ഒരു നിമിഷം ഓപ്പീറ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ യാതൊരു ലാഗും ഇല്ല. നല്ലൊരു എൻ്റർടൈനറാണ്, ഒപ്പം നല്ലൊരു മൂവിയാണ്. എല്ലാം കൊണ്ടും ഒരു വേൾഡ് ലെവൽ സിനിമ, വേൾഡ് സിനിമ പോലെയാണ്. ഇങ്ങനത്തെ സിനിമകളെ കഴിഞ്ഞ വർഷം മമ്മൂക്ക ചെയ്ത ഇത് ധാരാളമായിട്ടും പഠിക്കണം. മമ്മൂക്കയിൽ ഇങ്ങനത്തെ പടങ്ങളാണ് ചെയ്യുന്നത്. ഇത് വലിയ ലോ ബഡ്ജറ്റാണ്, എന്നാൽ നല്ല പടമാണ്. ഇത് വേൾഡ് ക്ലാസിക് പടങ്ങൾ വരുന്ന പടങ്ങളാണ്. ഇപ്പോൾ കുർസോവ അല്ലെങ്കിൽ ആ റേഞ്ചിൽ വരുന്ന പടമാണ്. എന്തായാലും ഫിലിം ഫെസ്റ്റിവലും പോവും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. വളരെ നല്ല പടം. ഇതെല്ലാവരും പോയി കാണണം. ഞാൻ ചില ട്വിസ്റ്റൊന്നും പറയുന്നില്ല, സ്പോയിലറാം. നല്ലൊരു എൻ്റർടൈനറാണ്, ഒപ്പം നല്ലൊരു ക്ലാസിക് മൂവിയാണ്. മമ്മൂക്ക ആറാടുകയാണ്. 74 മമ്മൂക്ക ആറാടുകയാണ്. അതായത് മമ്മൂക്ക ഇതിനകത്ത് തകർത്ത് വിനായകനായിട്ട്. ഇത് ഓസ്കാർ കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു രക്ഷയില്ല. മാസാണ്. തുടക്കം തൊട്ട് അവസാനം വരെ മമ്മൂക്ക മാസാണ്. അടിപൊളിയായിരുന്നു. മമ്മൂക്കേനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട. വിനായകനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടക്ക് നമുക്ക് ചില ക്യാരക്ടറാണ് നമുക്ക് ദേഷ്യം തോന്നിയെങ്കിലും പിന്നെ ഒരു ഇതില് ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും അടിപൊളിയായിരുന്നു. പൊളിച്ച് കിട്ടക്ക് തീർത്ത് കണ്ട്. പിന്നെ ഞാൻ പ്രതീക്ഷയുള്ള കളപ്പുറായിരുന്നു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടു. പടം സൂപ്പറായിരുന്നു. ചെറുതായിട്ടൊക്കെ, എന്നാലും കൊള്ളാം. നന്നായിട്ട് മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. അങ്ങനെ വെച്ചാൽ മമ്മൂക്കയും കൊള്ളാം, വിനായകനും രണ്ടുപേരും ടൈറ്റായി ആയിട്ട് നിൽക്കുകയാണ്. അതെ, സൂപ്പർ പടം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അഭിപ്രായം പറയുന്നത്. ക്ലൈമാക്സ് അല്ല, മൊത്തം കൊള്ളാം. അടിപൊളി. മമ്മൂക്കയുടെ പെർഫോമൻസ് വിനായകനൊക്കെ ഒന്നും പറയാനില്ല. അടിപൊളിയാ, ഒരു രക്ഷയില്ല. അടിപൊളി പടം. ഗുഡ് 100/100. വില്ലനല്ല, നായകനല്ലേ? നായകനാണ്, വില്ലനല്ലല്ലോ ഒരിക്കലും. നായകനാണ്. ഞാൻ ആദ്യമായിട്ടാണ് അനുഭവം പറയുന്നത്, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ബെസ്റ്റ് ഫിലിം. സൂപ്പർ അടിപൊളി അടിപൊളിയാണ്. ഫാമിലി അത്ര കയറുവാന്ന് പറഞ്ഞാൽ എല്ലാം സൈക്കോ. നല്ല അടിപൊളി സൂപ്പർ പടം. അടിപൊളി. വിനായകനും മമ്മൂട്ടി കട്ടക്ക് ചെയ്തിരിക്കുക. രണ്ടുപേരും കട്ടക്ക് അടിപൊളി സൂപ്പർ. സൂപ്പർ പടം. സൂപ്പർ ത്രില്ലിംഗ് എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ത്രില്ലിംഗ് ഇല്ല പടം. നല്ല സൂപ്പർ ത്രില്ലിംഗ്. സസ്പെൻസ് എന്ന് വെച്ചാൽ സസ്പെൻസിന്റെ അപാരത. മമ്മൂക്കാന്റെ ആറാട്ടം. വിനായകൻ കൊള്ളാം, നല്ല അഭിനയം, നല്ലതാണ്. പക്ഷെ അത് മമ്മൂട്ടി ഇതുപോലെ ഒരു റോള് എടുക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം. ക്ലൈമാക്സ് പൊളി. പടങ്ങളില കിട്ടില്ല. 74 വയസ്സായിട്ട് പുള്ളി ഇങ്ങനെ അഭിനയിക്കുന്നില്ല. അടിപൊളിയാ പടം. കിടുക്കി തിമിർത്ത്